ദിവസം മുമ്പ് നല്ല ഭംഗിയുള്ള ഒരു ഹോം ടൂർ കാണിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഫ്ലാറ്റ് ടൂർ കാണിക്കണം, ഫ്ലാറ്റ് എങ്ങനെയാണെന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഇതെന്താ വീണ താമസിക്കുന്ന സ്ഥലം ഇത്രയും പ്രശ്നത്തിൽ കിടക്കുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഈ ഫ്ലാറ്റിൽ. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 2022 ജനുവരി മുതൽ ഞാൻ റെൻറ്റിന് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണിത്, കാക്കനാടുള്ളത്. ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും നടന്നിട്ടുള്ളൊരു ഫ്ലാറ്റായത്. ഈ നമ്മുടെ ഇൻ്റർവ്യൂ കരിയറിലൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ 2022 ധ്യാനിൻ്റെ കൂടെ എടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈയടിച്ചതും ഇന്നും ആളുകൾ ചോദിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒറിജിനൽസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത്, പിന്നെ ഇതാ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന പേഴ്സണൽ ചാനൽ തുടങ്ങിയത് എല്ലാം ഈ ഫ്ലാറ്റിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണിത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനായിരിക്കും ഈ ഫ്ലാറ്റിൽ നിന്ന് മാറുന്നതെന്ന്. ആക്ച്വലി ഇതൊരു 2 BHK ഫ്ലാറ്റാണ്, ഒരു ചെറിയ ഫ്ലാറ്റാണ്, ഒരു 1000 സ്ക്വയർ ഫീറ്റിന് ഉള്ളിൽ വരുന്ന ഫ്ലാറ്റ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ കാലം കഴിയുന്തോറും കൂടുതൽ നമുക്ക് ആവശ്യങ്ങൾ കൂടി വരുന്നു, അപ്പോഴത്തേക്കും ഫ്ലാറ്റിൻ്റെ വലിപ്പം കുറയുന്നു എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് മാത്രം ഞങ്ങളുടെ 2 പേരുടെ സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ആക്ച്വലി ഈ ഫ്ലാറ്റിൽ നിന്ന് മാറാൻ തീരുമാനിച്ചത്. ഒരുപാട് അകലെയൊന്നുമല്ല, ഒരു 500 മീറ്ററിനുള്ളിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അത് മറ്റൊരു ദിവസം ആ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പം നിങ്ങൾ ഇന്നും വിചാരിക്കും ഈ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യാണ്, എന്നിട്ട് ജീവൻ എവിടെ പോയി, ഈ ഭർത്താവിനെ ഇന്നും കാണാനില്ലല്ലോ എന്ന്. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ മാറിക്കൊടുക്കണം എന്നുള്ളൊരു എമർജൻസി ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു ടെനൻറ്റ് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്കിത് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണം. സെയിം ഡേ ജീവൻ ഒഫീഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകണമായിരുന്നു. അതുകൊണ്ട് ജീവനും പോയി. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എപ്പോൾ വിളിച്ചാലും ഓടി വരാൻ പറ്റുന്ന ഫ്രണ്ട്സുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മാനേജബിളാണ്. അപ്പോൾ ഏതായാലും കുറേ കാലം ജീവിച്ച ഫ്ലാറ്റാണ്, ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു ഫ്ലാറ്റാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ടും എല്ലായിടത്തുനിന്നും ലൈറ്റ് കയറുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നുന്ന ഫ്ലാറ്റാണിത്. ആക്ച്വലി ഞാനിത് എടുത്തപ്പോൾ ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റാണ് എടുത്തത്. ബിക്കോസ് ഈ എല്ലാ സാധനങ്ങളും ഫേർണിച്ചറെല്ലാം വാങ്ങണോ എന്നൊക്കെ അന്നത്തെ ആലോചന കൊണ്ട് ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റാണ് എടുത്തത്. ഇതാണ് അതിൻ്റെ കിച്ചൺ. ഇത് കണ്ട നിങ്ങൾ ദയവി തന്നെ വിലയിരുത്തരുത്. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ളൊരു ബഹളമൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കിച്ചൺ, ചെറിയ കിച്ചണായിരുന്നു. കിച്ചണിൻ്റെ സൈഡിലേക്ക് ഒരു ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇനി കാണിക്കുന്നില്ല, കാരണം എല്ലാം പോയി, മഴയൊക്കെ പെയ്തു. ഇത് ബിഹൈൻഡ് വുഡ്സിൽ നിന്ന് കിട്ടിയ ഒരു എന്താ ഹോളി സ്വീറ്റ്സോ അങ്ങനെ ദിവാലി സ്വീറ്റ്സോ അങ്ങനെ എന്തോ ആയിരുന്നു. അതൊക്കെ അതെ, അങ്ങനെയുള്ള ബോക്സ് ആയിരുന്നു. പിന്നെ ഇത് ഉപയോഗിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഭർത്താവ് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മാർഷലാണ്. ഞാനെങ്ങും കാണാറില്ല ഇതൊന്നും ഉപയോഗിച്ച്. വാങ്ങിച്ച സമയത്ത് വലിയ ബഹളമായിരുന്നു, അതിനുശേഷം ഒന്നും കാണുന്നില്ല. പിന്നെ ഇത് ഞാൻ പരിപാലിക്കുന്ന ഒരു ചെടിയാണ്. ഇതിനെയും കൂടെ കൊണ്ടുപോകാനുണ്ട്, ബാക്കി എല്ലാത്തിനെയും കൊണ്ടുപോയായിരുന്നു. ഇത് ലാസ്റ്റ് റൗണ്ടിലേക്ക് വേണ്ടിയിട്ട് മാറിയിരിക്കുന്ന ആളാണ്. പിന്നെ എന്താ, ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുറേ അതും അലുക്കുലത്തെ സാധനങ്ങളൊക്കെയാണ്, എല്ലാം പാക്ക് ചെയ്ത് കുട്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. വളരെ സത്യസന്ധമായി പറയട്ടെ, ഈ വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. കാരണം എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നതുകൊണ്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ പോകുന്നതുകൊണ്ട് വാഷിംഗ് ഒക്കെ അവിടെ തന്നെ നടന്നിരുന്നത്. അതുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ ഞാൻ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഒച്ച ഉണ്ടാകുന്നതെന്ന് കേട്ടോ. ഇതൊക്കെ ഒരുപാട് വർഷം എടുക്കുള്ളതാണ്. ഇതെൻ്റെ ഫ്രണ്ട് രാഖി എവിടെയോ ട്രിപ്പൊക്കെ പോയിട്ട് വന്നപ്പോൾ അവൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇത്. പിന്നെ എന്താ ഇവിടെ കാണിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ടായിരുന്നു. ആ മിററൊക്കെ ഞാനിപ്പോൾ മറ്റേ പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി. ഇനി ഒരു
ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിൽ ഞങ്ങൾ കിടക്കാറില്ല, കാരണം ഈ റൂമിൽ AC ഇല്ല. ഒരു റൂമിലെ AC ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൗകര്യങ്ങൾ അങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിടക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല കാറ്റുള്ള ഒരു മുറിയാണ് കേട്ടോ ഇതും. എല്ലായിടത്തുനിന്നും ഒരുപാട് കാഴ്ചയൊക്കെ കാണാം, ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം കാണാം. അങ്ങനെ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും മാറ്റി, അതുകൊണ്ട് ഇതൊന്നും തുറന്ന് കാണിക്കാനൊന്നും ഇല്ല. ഒരു ബാത്റൂമാണിത്, വാഷ്റൂമാണിത്. അങ്ങനെ ഈ വാഷിംഗ് മെഷീൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ മറ്റൊരു സത്യസന്ധമായ കാര്യമാണ്, ഈ വീട്ടിൽ TV ഇന്ന് വരെ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. കാര്യം കണക്ഷനൊക്കെ ഉണ്ട്, ഈ കണക്ഷനൊന്നും ഞാൻ ഇതുവരെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതാണ് മെയിൻ ബെഡ്റൂം. ഇവിടെയായിരുന്നു കിടന്നിരുന്നത്. ഇതെന്താ ഇത്ര വൃത്തിയായിട്ട് വിരിച്ചിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയും കൂടെ ഇവിടെയാണല്ലോ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിലെ സാധനങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത് മാത്രം കുറച്ച് വൃത്തിയായിട്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെയാണ് ഈ മുറിയിലെ കാര്യങ്ങൾ. ഇവിടെ കിടക്കുന്ന ഒരു കലണ്ടറാണ് കേട്ടോ. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ കലണ്ടറാണ്, പക്ഷെ ഞാനിത് എടുത്തു വെച്ചതെന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ളൊരു കലണ്ടറായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ചതാണ് കലണ്ടർ 2024. ഇത് ജീവൻ്റെ ക്രെഡിലെ ഒരു കൊളീഗിൻ്റെ വൈഫ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തു വെച്ചതാണ്. അതൊക്കെയാണ്. പിന്നെ ഇത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതിലെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ കുറേ പലതരത്തിലുള്ള ഷാമ്പൂസൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. ഇതൊക്കെ എന്ത് കാണിക്കാൻ അതൊക്കെ, അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം പാക്ക് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ആൾക്കാരുണ്ടെന്നതാ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരാളിരുന്ന് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പണി പകുതിയും ഇവിടെ ഓവറാണ്. കാരണം ഞാനെല്ലാം ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതി, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇവിടെയൊക്കെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ആ ചെടികളെല്ലാം ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് എത്തിച്ചു. അതെല്ലാം അവനാണ് ചെയ്തു തന്നത്, അതും കൂടെ ഞാൻ പറയണമല്ലോ. ഇനി നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. അതായത് ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ മെയിൻ ബാൽക്കണി. ഈ മെയിൻ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ എന്താണെന്നറിയോ? തൊട്ടപ്പുറത്ത് ഒരു ബാറാണ്. കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ബും ഉണ്ട്. അപ്പോൾ ഈ ഒരു പബ്ബിനും ബാറിനും ഒക്കെ അടുത്തുള്ള ഒരു ഫ്ലാറ്റാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള താല്പര്യങ്ങൾ വളരെ കൂടുതലായിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് ബാറിൽ പോകാം, അല്ലെങ്കിൽ പബ്ബിൽ പോകാം, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാം. പിന്നെ ഇവിടെ അതിൻ്റെയൊക്കെ കാർ പാർക്കിംഗ് ആണ്. ഒരു സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പലതരത്തിലുള്ള ലക്ഷറി കാർസ് കൊണ്ട് നിറയും. അവിടെ അങ്ങനെ കുറേ ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ കളികൾ ചിരികൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു രസമുള്ള കാര്യമായിരുന്നു. എനിവേ ഈ ഫ്ലാറ്റിനോട് ഞാൻ വിട പറയുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഒരു യെല്ലോ കളറൊക്കെ ഇടയിലൊക്കെയുള്ള ആ ഫ്ലാറ്റിലേക്കാണ് സത്യത്തിൽ ഞാൻ മാറുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു 3 BHK ഫ്ലാറ്റാണ്. കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും കണ്ടാൽ നാണാവും. എൻ്റെ അമ്മ എപ്പോഴും പറയും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന്. പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. ഈ പ്രായത്തിനും ഇത്തരത്തിലുള്ള സോഫ്റ്റ് ടോയ്സ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതൊക്കെ ആരും കാണണ്ട, ഒളിപ്പിച്ച് വെച്ചേക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ. ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ്. ഞാൻ വെറുതെ ഈ ഫോട്ടോ എവിടെയോ ഒരു റിസോർട്ടിൽ പോയപ്പോഴത്തേക്ക് അവർ ചെയ്തു തന്നതാണ്. ഒരു ഭംഗി തോന്നി എടുത്തു വെച്ചതാണ്. അതൊക്കെ എല്ലാം ഞങ്ങൾ പറക്കി കൂട്ടി കൊണ്ടുപോവുകയാണ്. ഇനി ഈ ട്രാൻസ്ഫറിനേക്കാൾ എന്നെ പേടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് ഇത് മുഴുവൻ അറേഞ്ച് ചെയ്യണമല്ലോ, ഓർഗനൈസ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ തല ഇറങ്ങുകയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഇതെല്ലാം ചെയ്തേക്കാം. മറ്റേ ആക്രി കച്ചവടത്തിന് പോകുന്ന അവസ്ഥയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഇങ്ങനെ വലിച്ചു വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ചെരുപ്പുകളാണ്. ഇത് നമ്മളൊരു പ്രൊമോഷൻ ആയപ്പോൾ തന്ന ആയുർപാതിക, മറ്റേ നടുവേദന വരില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും ഇടണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിനകത്തിരിക്കുന്ന ഷൂസൊക്കെ എൻ്റെ ഭർത്താവ് കൊണ്ട് എന്നെ കൊല്ലും. കാരണം ഭയങ്കര കാര്യമായി കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഷൂസുകളാണ്. ഇതൊക്കെ വയ്ക്കാൻ പ്രത്യേകം പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അല്ല മറ്റേ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്.
തൽക്കാലം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മളിതെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ട് കൊണ്ടുപോവുകയാണ് ഗൈസ്. ഇത്രയും കയറൂടാ, അടയില്ല. എൻ്റെ ചെരുപ്പൊക്കെ പൊളിഞ്ഞു പോവോ? ഓ മൈ ഗോഡ്, ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഒരു ട്രോളി നിറയെ ചെരുപ്പുകളുമായി ഞാൻ യാത്രയാവുകയാണ് ഗൈസ്. ഈ ചെരുപ്പുകളെല്ലാം പുറത്തേക്ക് വെക്കട്ടെ. ഇനിയും എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ എടുക്കാൻ ബാക്കി. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ വെക്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? ഇതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എല്ലാ കവറുകളിലും നമ്മൾ സാധനങ്ങൾ നിറച്ചുകൊണ്ട് പോകും. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളുമായി ഞാൻ ഈ ഹൗസ് ഷിഫ്റ്റിങ്ങിൽ പഠിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഫ്ലാറ്റ് ഷിഫ്റ്റിങ്ങിൽ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനില്ല എന്ന് പ്രതീക്ഷിച്ച എനിക്ക് ഒരു 5 തവണയായി ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങൾക്കൊരു കയ്യും കണക്കുമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് സാധനങ്ങളായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഫോർട്ട് ഓറിയോണിലെ 10B ഫ്ലാറ്റിനോട് ഞാൻ എന്നേക്കുമായി വിട പറയുകയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫ്ലാറ്റ് ഫോർ ഓൾ ദ വണ്ടർഫുൾ മെമ്മറീസ്. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.